Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മുടെ റെസിപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനേ ഒരു പരീക്ഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇത് പരീക്ഷിച്ച് കണ്ടുപിടിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ അതിനൊരു നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചാൽ ഉണ്ടാവുന്ന ഒരു ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവർ, ഒരു മണം, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ആന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏട്ടനും പിള്ളേരും പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയ ബഹളമൊന്നുമില്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ ഇത് നോൺ വെജ് ആണ്, ചിക്കൻ ഐറ്റം ആണ്. പിന്നെ ഇത് പറഞ്ഞ കൂട്ട് ബോൺലെസ് വേണമെന്നൊന്നുമില്ല, ഇറച്ചി നമ്മുടെ കറിക്കൊക്കെ അരിയുന്ന കൂട്ട് മേടിച്ചാലും മതി, ടെൻഷനില്ല. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി സ്റ്റോക്ക് കരുതണം, അത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ചിക്കനായിട്ട് മേടിക്കുവാണെങ്കിൽ എല്ലാം കൂടി ഇട്ടേച്ച് ഒരു സ്റ്റോക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, ബോൺലെസ് പീസ് മാറ്റുകയും ചെയ്യാം. ഇതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ ഹണി ചിക്കൻ എന്നാ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ചിക്കൻ, ഇത് ബോൺലെസ് ചിക്കൻ ആന്നു. പിന്നെ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, സാധാ കോഴി മേടിച്ച് വെച്ച് മുറിച്ച് എല്ല് വെച്ച് ഒരു സ്റ്റോക്ക് ഉണ്ടാക്കുക, ബാക്കി ബോൺലെസ് മാറ്റുക. പിന്നെ ഒരു വലിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. ഈ സ്പ്രിംഗ് ഓണിയൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സീസണൽ ആയിരിക്കുമല്ലോ ഉള്ളിത്തണ്ട് കിട്ടുന്നത്. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ മല്ലിയില ഇട്ടേച്ചാലും മതി, അല്ലെങ്കിൽ സെലറി ഇട്ടേച്ചാലും മതി. ഒരു പച്ച വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതാന്ന് വെച്ചാൽ നമ്മുടെ എന്നും പറഞ്ഞ് കറിവേപ്പില എടുത്തിട്ട് കുളമാക്കരുത് എന്നും പറഞ്ഞ് കറിവേപ്പില ഞാൻ കുറ്റവും പറയുകയല്ല, നമുക്ക് അങ്ങനെ മനസ്സിലായില്ലേ, മല്ലിയിലയോ ഏതെങ്കിലും ഇട്ടാൽ മതി. പുതിന ഇട്ട് കഴിഞ്ഞാൽ മിൻറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമാകുന്നതിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ ആണെങ്കിൽ വെളുത്തുള്ളി എന്നാന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേ ഒക്കത്തുള്ളൂ, ഇല്ലേൽ ഇതെന്നാന്ന് വെച്ചാൽ ഒരു സോസ് പോലെ വരുന്നതാണ്. അന്നേരം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേ ഒക്കത്തുള്ളൂ, ചതച്ചിടരുത്. പിന്നെ ആണെന്നില്ല പേസ്റ്റ് ഇടരുത്, ഇത്രയേ ഉള്ളൂ. ഈ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് കടിക്കണം. പിന്നെ ഇതിനകത്ത് എരു എന്ന് പറയുന്ന നമ്മൾ സോസ് ഉണ്ടാക്കുകയല്ലേ, അതിനകത്ത് എരു എന്ന് പറയുന്ന സാധനം റെഡ് ചില്ലി ഫ്ലേക്സ് തന്നെയുള്ളൂ. നമുക്കതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്നാ പറയുന്നത് വറ്റൽമുളകൊക്കെ എടുത്തേച്ച് ഒന്ന് അടിച്ചെടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാ, അതല്ല നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്നതാണെങ്കിൽ അതും മതി. പിന്നെ കുറച്ച് കെച്ചപ്പ്, ഒത്തിരി ഒന്നും വേണ്ട, ഇച്ചിരി മതി. പിന്നെ കുറച്ച് സോയാ സോസ്. എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന സോയാ സോസ് ലൈറ്റ് അല്ല, കുറച്ച് കട്ടിയുള്ളതാ, മീഡിയം സൈസ് അങ്ങനത്തെയാ. അതുകൊണ്ട് ഒത്തിരി ഇല്ല, ഞാൻ എന്നാൽ അളവ് ഒഴിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഹണി ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഹണി ഇട്ടാൽ ഹെൽത്തും കുറച്ച് നല്ലതെന്നൊക്കെ പറയും, അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഹണി ഇടാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, അത് നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നല്ല തിക്കായിട്ടുള്ള കട്ടി സ്റ്റോക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുമ്പോഴത്തേനും സൂക്ഷിക്കണം. എന്നാന്ന് വെച്ചാൽ സോസൊക്കെ ചേർക്കുന്നുണ്ട്, അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ചേർത്ത് വെച്ചാൽ മതി. സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തേച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കുമ്പോഴത്തേന് ഒരു എണ്ണ വേണമല്ലോ എത്രയായാലും, പക്ഷെ അതിന് നമ്മൾ വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഒലീവ് ഓയിലാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ ഒലീവ് ഓയിൽ തൊടരുത്, കൈ പൊള്ളും. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും മതി. ഇനി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനൊരു ചെറിയ കാര്യമുണ്ട്, എന്നാന്ന് പറയുക, ഒത്തിരി വലിയ കാര്യമൊന്നുമില്ല. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി ചൂടാവാൻ വെച്ചേച്ച് തുടങ്ങും. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വലിയ പരിപാടികളൊന്നുമില്ല, ഒരു ചെറിയ പരിപാടിയേ ഉള്ളൂ. പക്ഷേ ആ ചെറിയ പരിപാടി ചെയ്യണമെങ്കിൽ ഒരു പാത്രം വേണം. ഒരു പാത്രം എടുത്തുകൊണ്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ആദ്യം ചിക്കൻ എടുത്തേച്ച് ഒത്തിരി വലിയ പരിപാടിയൊന്നുമില്ല, ഒരു ചെറിയ പരിപാടിയേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇപ്രാവശ്യം ചിക്കന് ഞാൻ ഒരുപാടിട്ട് ഉപദ്രവിക്കുകയല്ല, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും, ഇത്രയും നമ്മൾ ഇട്ടേക്കുന്ന ചിക്കന് എത്രയാ ഉപ്പ് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും മാത്രം ചേർത്ത് വെച്ചാൽ മതി, കൂടുതൽ ചേർക്കല്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സോസൊക്കെ ഉപ്പുള്ളതാ. എൻ്റെ പാത്രത്തിൽ നല്ല വെള്ളമൊക്കെ പോയി. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് നിന്നാൽ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കങ്ങ് വറക്കാമല്ലോ.
ഇതിന് ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഒരു ഇച്ചിരി അല്ല, ഒരു നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ വേണം, ഡീപ്പ് ഫ്രൈ അല്ല. ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക്, കുറച്ച് നേരം പെരട്ടി വെക്കുവാന്നേൽ നല്ലയാ. പക്ഷെ അതിനുള്ള നേരം നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്കണ്ട, ഇത് രുചിക്കുറവൊന്നും വരികയില്ല. മറ്റേതാണെങ്കിൽ ഇച്ചിരി കുറച്ച് ഉപ്പ് നമ്മുടെ ചിക്കനേൽ ഇച്ചിരി ഒന്ന് പിടിക്കും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വലിയ ടെൻഷൻ ആക്കണ്ട. ഇനി ഇതിനകത്തോട്ട് എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഇടണം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാചകമൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മയും നാത്തൂമാരും ഒക്കെ ഉണ്ടല്ലോ, എന്നാ വലിയ പാചക ശിരോമണിമാരായിരുന്നെന്നറിയോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചെറിയൊരു ശിശു, ഒരു എലിയെ പോലെ, ഒരു ചായ പോലും ഇടാൻ അറിയാൻ മേലാതെ. അപ്പം ആദ്യമൊക്കെ അമ്മ പഠിപ്പിച്ചു തന്നു, പിന്നെ അങ്ങനെ നമുക്ക് വിട്ടാൽ കൊള്ളാവോ. അങ്ങനെ മരുമക്കളായ ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനും ഏട്ടൻ്റെ അനിയൻ്റെ വൈഫും കൂടെ വാശി പോലെ പഠിച്ചെടുത്തതാ കുറേ പാചകങ്ങളൊക്കെ. പക്ഷെ അതിൻ്റെ ബേസ് ഗുരു എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. എന്നാലും മരുമക്കൾ വിട്ടുകൊടുക്കാനൊക്കത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ പഠിച്ചെടുത്തതാ. ഇനി എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിനകത്തോട് നമുക്ക് ഈ ചിക്കൻ ഇടാം. അയ്യോ ഇപ്പോൾ പച്ച ചിക്കനാണേ അത് ഒന്നും ആയി കാണുകയില്ല, പിടിച്ച് കാണുകയില്ല എന്നൊക്കെ വിചാരിക്കുമല്ലേ, അതൊന്നുമില്ല, ഇട്ടോളൂ. ഇതിപ്പോ തന്നെ 3 തവണ വറുത്തെടുത്താലേ ഒക്കത്തുള്ളൂ. വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, അത് ഷാലോ ഫ്രൈയും അല്ല, ഒരു ഇച്ചിരി ഒരു മൊരിഞ്ഞ എന്നാ പറയുന്ന ഒരു ഒത്തിരി കട്ടി വേണ്ട, മൊരിഞ്ഞ് ഒത്തിരി പോവാന്നേല ചിക്കന് കട്ടി കൂടുവേ. അതായത് അത്രയൊന്നും മൊരിയണ്ട, ഒരു ഷാലോ ഫ്രൈന്ന് കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ ആ പരുവം ഓക്കെ ആയിരിക്കും. ഞാൻ വറുത്ത് കോരുമ്പോൾ കാണിച്ചു തരാം അതേതാ പരുവം എന്നുള്ളത്. അത്രയുമായിട്ട് കോരിയാൽ മതി. പക്ഷെ നമ്മൾ പച്ച ചിക്കൻ ഇടുന്നതുകൊണ്ട് എന്നാന്നോ ഇതിൽ നിന്ന് വെള്ളം ഊറിയേച്ച് അതൊന്ന് വെന്ത് മൊരിഞ്ഞു വരാൻ ഇച്ചിരി നേരം എടുക്കത്തില്ലേ. ഞാൻ എന്താ ചിക്കൻ വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ആ പരുവം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാന്നു ആ ബ്രൗൺ കളർ. ഇത്രയും മതി. ഒരുപാട് ഇനി അഥവാ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി മൂപ്പിച്ചോ. പക്ഷെ എന്നാന്നറിയോ, ഒത്തിരി മൂപ്പിച്ചാൽ അതിൻ്റെ ആ ഒരു എന്നാ പറയുക സോഫ്റ്റ്നെസ് ഇല്ലാതായിപ്പോവും. നമുക്കിപ്പോൾ ഇത്രയും മതി. ആദ്യം നമ്മൾ ഒരു ഇത്രയും മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതല്ല പോരാ, ഇച്ചിരി കൂടി ഒന്ന് മൂത്താ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് മൂപ്പിച്ചോ, തിരക്കേടൊന്നുമില്ല. പിന്നെ ആദ്യം നമുക്ക് ആ ടേസ്റ്റ് എന്നാന്നൊന്ന് അറിയാൻ വേണ്ടേ, അന്നേരത്തേനും ഇത്രയും നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിനകത്ത് എണ്ണ പോരാന്ന് തോന്നുവാന്നേൽ ഒരു ഇച്ചിരി കൂടെ ചേർത്തേച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതേ സെയിം എണ്ണയിലോട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അത് ഇതിനകത്തോട്ട് ഇടണം. ഉള്ളി ഒരുപാട് കൂട്ടണ്ട. എന്നാന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ച് അങ്ങനെ ഒന്ന് അരിഞ്ഞേച്ച് നമ്മൾ ഈ ഇറച്ചിക്കറിയൊക്കെ വെക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടൊന്നും അത്ര അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട. അതൊരു ഇച്ചിരി വഴന്നേച്ചാൽ മതി. ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു റോ എഫക്റ്റ് പോയി കഴിയുന്നിടം വരെ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാന്ന് അറിയാമോ, സോസാന്നേ. ആ സോസിനാന്നു ഞാൻ പറയുന്നത് ഉള്ളി ഒത്തിരി അങ്ങോട്ട് വഴന്ന് ബ്രൗൺ കാരമലൈസ് ആയ അങ്ങനെ ഒന്നും വരണ്ട. പക്ഷെ ആ ഒരു ക്രഞ്ചിനെസ് മാറണം, റോ എഫക്റ്റ് ഒന്ന് മാറിയേച്ചാൽ മതി. ഇത് വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ
നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ചേർക്കണം. വെളുത്തുള്ളി എത്രയാണെന്ന് വെച്ചാൽ ഒരു 1.5 ടീസ്പൂൺ വെച്ചോ. വെളുത്തുള്ളിയും കൂടി ഇട്ടേച്ച് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചുവയെ മാറണം. സെയിം എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ചേച്ച് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. അതായത് ഇതിനകത്ത് ഇനി സോസ് ചേർക്കാനുണ്ട്, പിന്നെ ആണെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ്. ഇനി സോസിനകത്ത് സ്പൈസ് കൂട്ടുന്ന എന്നാന്ന് വെച്ചാൽ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അന്നേരം ഇപ്പം ഞാൻ ഉള്ളി ഇട്ടു, അത് കഴിഞ്ഞ് ഞാൻ വെളുത്തുള്ളി ഇട്ടു. ഇതിനകത്തോട്ട് ഇനി കുറച്ച് അത് അളവൊക്കെ പറയുവാന്നേൽ ഇച്ചിരി പ്രയാസം എന്നാന്നോ, ഇതിപ്പോൾ ഒരു ഫുൾ ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം. അതിന് ശേഷം നമ്മൾ സോസിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കുവല്ലേ, അന്നേരം ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ടു. റെഡ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുമ്പോഴത്തേന് ഞാൻ അത് നമ്മുടെ സാധാ മുളക് ഇട്ടേച്ചാ പൊടിച്ചേക്കുന്നത്. അന്നേരം പിന്നെ സാധാ മുളകിനാന്നേലും ഒരു ഇച്ചിരി എരിവ് കൂടുതലല്ലേ. ഇനി ഇതിനകത്തോട്ട് എന്നാ ചേർക്കാൻ പോകുന്നത്, നമ്മുടെ എന്നാ സോസ് എല്ലാം കൂടെ ചേർക്കുക. സോസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് സോയാ സോസ് ചേർക്കാം. അതൊരു 2 വലിയ ടേബിൾ സ്പൂൺ നിറച്ചേ. പിന്നെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് 2 വലിയ ടേബിൾ സ്പൂൺ തന്നെ കെച്ചപ്പും കൂടെ ചേർക്കണം. ഇതിനകത്തോട്ട് ഹണി, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർക്കുക. തീ ഒട്ടും കൂട്ടരുത്. ഹണി ബേസിക്കലി ഹെൽത്താന്നാ പറയുന്നത്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. സ്വീറ്റ് അല്ലേ ഇച്ചിരി. നമ്മുടെ കറി കുറച്ചൊരു സ്വീറ്റ്നെസ് അതിന് വരികയും ചെയ്യും. എന്നാൽ റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു എരിവും കൂടെ അതിന് കിട്ടും. ഇനി ഇത് തിളച്ചേ. ഇനി നമ്മുടെ ആ സോസ് ഒന്ന് ഇച്ചിരി ഒന്ന് എന്നാ പറയുക, ആ സോസിനൊരു എന്താ പറയുക, ഒരു റോ എഫക്റ്റ് ഉണ്ട്. അന്നേരം അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിനകത്തോട്ട് ഒഴിക്കണം. ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഇച്ചിരി കൂട്ടിക്കും. തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർക്കാം. എന്നാന്നോ, ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് അതിനകത്ത് വരണ്ടേ. ഒത്തിരി ചേർക്കണ്ട, ഒരു കുറച്ച്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ലാസ്റ്റ്, അതായത് ചിക്കനും ഒക്കെ ഇട്ടേച്ച് എല്ലാം കൂടെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു എന്നാ പറയുക, ഒരു ഗ്രീൻ എഫക്റ്റ് ഒക്കെ അതിനകത്ത് വരണം. ഇത് നമ്മൾ വേവിച്ചെല്ലാം വരുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് സോയാ സോസിൻ്റെ നിറവാണ്. നമ്മൾ വെളിയിൽ കിട്ടുന്ന പോലെ ഒരു സ്ലൈറ്റ് റെഡിഷ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു എന്നാ പറയുന്നത് കേസരി കളർ ഒരിച്ചിരി ഇടാം. പക്ഷെ ഞാൻ ഇടുകയില്ല, അതുകൊണ്ട് ആ റെഡിഷ് എഫക്റ്റ് ഇതിനകത്ത് വരികയില്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വേണേൽ ചേർത്തു. ഇപ്പം എൻ്റെ ആ സോസ് നല്ലതായിട്ട് തിളച്ചേക്കുക. ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടണം. ഇനിയിപ്പം നമ്മൾ ചിക്കൻ എല്ലാം ഇട്ടേക്കുക. എന്നാന്നറിയോ, ചിക്കൻ ഇട്ടു, സോസായി, എല്ലാം ആയി, ഹണി എല്ലാം ചേർത്തേക്കുക. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇച്ചിരി റോ ആയിരുന്നില്ലേ, അതിനകത്ത് നമ്മൾ എന്നാ വെച്ചത് കുരുമുളക് ഉപ്പിട്ട് മാത്രം വറുത്തേക്കുക. പക്ഷേ
സോസുമായിട്ട് ചിക്കൻ ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ ആ ചിക്കനകത്തൊരു പച്ചച്ചോവ ചിക്കൻ്റെ ഒരു ചുവ വരും. അത് വേണ്ട. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ കുറച്ച് നേരം ആ സോസുമായിട്ടൊന്ന് അടച്ചിടണം. എൻ്റെ ചിക്കൻ ഞാൻ ശരിക്കും ഉണ്ടല്ലോ അത് നല്ല പറഞ്ഞ പോലെ ആ സോസിനകത്തോട്ട് ആ ചിക്കൻ നല്ലതായിട്ടൊന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാം, അത് കുറച്ച് നേരം ആ സോസിൽ തന്നെ കിടക്കട്ടെ. അല്ലെങ്കിൽ ചിക്കൻ നമ്മൾ റോ ആയിട്ട് വറുത്തിട്ടോണ്ട് ആ ചിക്കനകത്തോട്ട് ഒന്നും അധികം പിടിക്കുകയില്ല. അപ്പം പിന്നെ ഒരു പച്ചച്ചോവയൊക്കെ വരും. കുറച്ച് സമയം അതിന് കൊടുക്കണം. സമയം കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ സിമ്മിലാക്കി ഇട്ടേച്ച് അതിന് ആ ചിക്കനകത്ത് ഫുൾ ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങണം. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ലാസ്റ്റ് പിന്നെ നമ്മൾ അതിനെ സെർവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു 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 പച്ചച്ചോവയായിട്ട് ഇങ്ങനെ വരും. അത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ചിക്കൻ ആ സോസിലൊക്കെ പിടിക്കുന്ന സമയം കൊണ്ടേ ഞാനൊരു കാര്യം പറയാം. നമ്മളിന്ന് ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചില്ല. പുതിയൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായി പോയില്ലേ. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ഒരു സംവിധായകനും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. വൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ അതിനകത്തൊരു സ്പെഷ്യാലിറ്റി എന്നാണെന്നറിയാവോ, നമ്മുടെ ലാൽ സാറിൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദുൽഖർ സൽമാൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആരാന്നുള്ളത് ഒരു 5 മിനിറ്റ് ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് നോക്കാമല്ലോ. ഇത്രയൊക്കെ ക്ലൂ ഞാൻ തന്നില്ലേ. എപ്പോഴും ഞാൻ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ സസ്പെൻസ് എന്നാ പറയുന്നത് എപ്പോഴും അങ്ങ് പൊളിക്കുക. അന്നേരം ഈ പ്രാവശ്യം എന്തായാലും ഞാൻ പറയാൻ പോകുന്നില്ല. ഇത്രയും ക്ലൂ തന്നു. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തന്ന ആളെ കണ്ടുപിടിക്കാനുള്ള സമയം കൊണ്ട് ഞാൻ എൻ്റെ ചിക്കൻ ഒന്ന് പ്ലേറ്റ് ചെയ്യട്ടെ. നമ്മുടെ ചിക്കൻ ഹണി ചിക്കൻ ഞാൻ ഒരുവിധം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വലിയ ബഹളമൊന്നുമില്ല. കാര്യം എൻ്റെ രുചി കൊണ്ട് തന്നെ നമ്മളങ്ങ് കഴിച്ചു പോകും. അതുകൊണ്ട് പിന്നെ പ്ലേറ്റിംഗ് ഒക്കെ എവിടെ ഇരിക്കുന്നതല്ലേ. സത്യം പറഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടർ ആക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഗ്രേവി കൂട്ടുവാന്നു എങ്കിൽ അത് എന്താ പറയുക, ചപ്പാത്തിയുടെ കൂടിയോ അപ്പത്തിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് റൈസിൻ്റെ കൂടിയോ എന്ത് വേണമെങ്കിലും ആവാം. ഒരു ടെൻഷനും ഇല്ല. നല്ല ടേസ്റ്റാണ്. ഒത്തിരി സ്പൈസി അല്ല. പിള്ളേർക്കൊക്കെ കഴിക്കാനും ഒത്തിരി നല്ല. ഇനി ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും കണ്ടുപിടിച്ചോ അന്ന് എനിക്ക് അറിയാൻ പറ്റിയല്ല. പക്ഷെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അതിപ്പം ഞാൻ എൻ്റെ സസ്പെൻസ് ഞാൻ പൊളിക്കും. നമസ്തേ സാർ. വരണം. നമസ്തേ. വരൂ. വരണം സാർ. അത് വരണം. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഒരു വലിയ സസ്പെൻസ് ഇട്ടേക്കുമായിരുന്നു സാർ. എന്നാന്നോ, ഞാൻ പറഞ്ഞു ഇവിടെ ലാൽ സാറിന്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ആണെന്നു ഇവിടെ വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്റെ പ്രേക്ഷകരെ കണ്ടല്ലോ അല്ലെ, ലാൽ സാറിന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. എന്നിട്ട് നിങ്ങൾ ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ. വളരെ മോശമായി പോയിട്ട് എന്റെ പ്രേക്ഷകര്. അതാ ഇനിയിപ്പോ ഞാൻ ഒന്നുകൂടെ ഒരു സസ്പെൻസ് പറഞ്ഞുതരാം. ലാൽ സാറിന്റെ കുട്ടിക്കാലത്തെ അല്ലെ അമ്മയായിരുന്നു. പക്ഷെ ഇപ്പൊ ദുൽഖറിന്റെ 3 സ്റ്റേജിലും 3 ഗെറ്റപ്പാണ്. ശരിക്കും ഒറ്റ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, എനിക്ക് ലേശം കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ ഇത്രയും റേഞ്ചസ് ഓഫ് ഡിഫറെന്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെ നല്ലൊരു എന്താ പറയാ, അതും ഈ പ്രായത്തിലൊരു ആരും സമ്മതിക്കാത്ത പോലെ ഒരു കാര്യമാ. അതുകൊണ്ട് എനിക്ക് ഐ ഷുഡ് അപ്രിഷിയേറ്റ് യു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു കുശുമ്പും കൂടെ ഉണ്ട് കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ. ഷുഡ് അപ്രിഷിയേറ്റ്. എന്തായാലും പ്രേക്ഷകർ കൂടെ ഉണ്ട്. പിന്നെ ഡയറക്ടർ സാറിന്റെ കുറെ എന്താ പറയാ വിശേഷങ്ങളും ഒക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയണം. പിന്നെ അതിൽ ചില അഡ്വർടൈസ്മെന്റ് ഇതെല്ലാം ഞാൻ പറയുന്നത്. എന്തെല്ലാം നല്ല പടമായിരിക്കുന്നത് എന്നിട്ട് ഒന്നും പറയുന്നില്ല. എനിക്ക് എന്നിട്ട് അതൊന്നും പറയുന്നില്ല. അതേട്ടോ, ഞാൻ തന്നെ എന്റെ പ്രേക്ഷകരോട് എല്ലാം ഞാൻ തന്നെ വിശേഷങ്ങൾ പറയാം. പക്ഷെ എന്റെ വർത്താനത്തെ കാട്ടിലും എന്റെ അടുക്കളയിൽ വരുന്ന ഗസ്റ്റിന്റെ വിശേഷം കേൾക്കുവാനും കൂടി എന്റെ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടം അല്ലെ. അത് പക്ഷെ ഇവിടെ നിന്നാ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫോർമൽ ആയിട്ടൊക്കെ നിന്ന് എന്നോട് വർത്താനം പറയുമെന്ന്. സത്യം അടുക്കള കയറാറില്ല. അപ്പൊ ഭാര്യ ഉണ്ടാക്കി തരുന്ന മാത്രം കഴിച്ചിട്ട് കുറ്റം പറയോ നല്ലത് പറയോ? അപ്പൊ പിന്നെ അവിടെ വീട്ടിൽ ഇവിടെയോ എന്റെ അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റ് അത് മനസ്സിലായി. ഞാൻ വിചാരിച്ചു പരിചയമില്ലാത്ത ഒരു അടുക്കളയിലേക്ക് ഇതാന്ന് പക്ഷെ തീരെ കയറാത്ത ആളാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് വീട്ടില് പാചകം
കാരണം ഞങ്ങൾ ഷൂട്ടിന്റെ ഇടയിൽ വളരെ അപൂർവമായിട്ടാണ് വീടുകളിൽ കാണാറുള്ളത്. പിന്നെ 2 വീട്ടിലെ അമ്മയുണ്ട്, അങ്ങോട്ട് പോയി എന്റെ അമ്മേന്റെ അമ്മമാരുണ്ടെങ്കിൽ ഒരു സന്തോഷം. ഇതിപ്പരം വല്ലതും പറയണം അല്ലേ? അതുകൊണ്ട് പട്ടിണി കിടക്കില്ല. ആ ഭാര്യന് എത്ര ഉറപ്പാ? എല്ലാരും പരീക്ഷിച്ചൊന്നും തന്നിട്ടില്ലേ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതോടുകൂടി ഇനി ഉണ്ടാക്കാൻ പറഞ്ഞാ അതോ വേണ്ടെന്ന് വെച്ചാ? ഇല്ല, പെട്ടെന്ന് അടുത്ത അടുക്കള കയറി അടുത്ത ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമായി. എന്തായാലും അഞ്ജലിയുടെ കുറെ വിശേഷങ്ങളും സാറിന്റെ അനുഭവങ്ങൾ ഒത്തിരി പറയാനില്ലേ? ഇവിടെ നോക്കത്തില്ല, പരിചയമില്ലാത്ത സ്ഥലം ആവുമ്പോഴത്തേക്ക് ഓപ്പൺ അപ്പ് ആവത്തില്ല. ഡൈനിങ് ടേബിൾ പരിചയമുള്ള സ്ഥലമല്ലേ, അപ്പൊ കുറച്ചുകൂടെ ഓപ്പൺ ആവും. വരും അവിടെ ഇരിക്കാം. ലാൽസാറിന്റെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കുമ്പോ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണ്ടേ അല്ലേ? ഇന്നൊരു പരീക്ഷണം കൂടി ആനി ചേച്ചി ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ആംഗിളിൽ ഞാൻ എനിക്ക് അതിനെക്കാട്ടിലും ഒരു ക്രെഡിറ്റ് ലാൽസാറിന്റെ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നതാ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ലോസ് ആണ് സാറ് ലാൽസാറുമായിട്ട് അഭിനയിക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കെങ്കിലും എനിക്ക് കൊടുക്കാൻ ഒക്കുന്നില്ല അല്ലേ? അത് വലിയൊരു കാര്യം തന്നെയല്ലേ? പക്ഷെ ഇപ്പൊ ഞാൻ അമ്മയ്ക്ക് തരത്തില്ല. അമ്മയ്ക്ക് വിശേഷമൊക്കെ ചോദിച്ച് ലാൽസാറിന്റെ ഒരു വിശേഷമൊക്കെ ചോദിച്ചിട്ടൊക്കെ അല്ലേ അമ്മയ്ക്ക് ചോറ് തരാൻ പറ്റുള്ളൂ. ചെയ്യുന്ന ദുഷ്ടതരാട്ടോ. പക്ഷെ എന്നാലും ലാൽസാറിനെ പറ്റി കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതൊരു പ്രേക്ഷകർക്കല്ലേ വിശേഷം അറിയാൻ ഇഷ്ടപ്പെടാത്ത. ഇപ്പം കഴിഞ്ഞ ഏതാ ചെയ്ത ലൊക്കേഷൻ? ഇപ്പൊ തൊട്ട് മുന്നേ അനീഷിന്റെ കിൻഡറും ജോയും ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. അതിനുശേഷം തീരം എന്ന് പറഞ്ഞ സിനിമ, പിന്നെ കലി, കമ്മട്ടിപ്പാടം, പുലിമുരുകൻ. അത് ശരിക്കും എവിടെയാ ലൊക്കേഷൻ? കാട്ടിന്റെ അകത്തായിരുന്നു. അത് ഏകദേശം കോതമംഗലം കഴിഞ്ഞും കുറെ ഉള്ളിലോട്ട് പോയി അവിടെ നിന്ന് ജീപ്പിലേക്ക് മാറി കയറി പിന്നെയും ഉള്ളിലേക്ക് കുറച്ച് നടന്ന് നല്ല ലൊക്കേഷൻ ആയിരുന്നു. കാട്ടിനകത്ത് അസലായിരുന്നു. അവിടെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കൊണ്ടുവന്നത് പാവം ഭക്ഷണമൊക്കെ. പക്ഷെ എന്നാലും നമ്മളെല്ലാരും ഫുൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചിരുന്നു പ്രൊഡക്ഷൻ. കാരണം അവരുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അവർ അത്രയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ വെള്ളച്ചാട്ടവും കാര്യങ്ങളും എന്താ പറയുക ഭയങ്കര ഭയാനകമായിട്ട് ഫീൽ ചെയ്യെങ്കിലും അത്ര തന്നെ നല്ലൊരു കുളിർമ തോന്നുന്ന ഒരു ലൊക്കേഷൻ. പിന്നെ എനിക്കാണെങ്കിൽ പ്രഗ്നൻസിയുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. കാരണം ലാലേട്ടൻ മൂത്ത മകൻ എന്നുള്ള രീതിയിലും പിന്നെ വിനു മോഹനാണ് രണ്ടാമത്തെ മകൻ. അപ്പം അത്രയും നിറവേറുകൊണ്ട് ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ കൂടെ നടത്തവും കയറ്റവും പിന്നെ അങ്ങനത്തെ കുറച്ച് സ്ട്രഗിളിങ് സീൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രയാസം അത്രത്തോളം ആ സ്ഥലം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. അതിങ്ങനെ ഹെവി ആയിട്ട് നിന്നിട്ട് പേഴ്സണലി അവിടുന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, അവിടുന്ന് തന്നെ കൊണ്ടുവരിക്കുമായിരുന്നു. ഇപ്പം സാറിന് പ്രോഡക്റ്റ് ഐ മീൻ സാർ വേണ്ട ആസ് എ ഡയറക്ടർ അല്ല ഐ ഷുഡ് ഗിവ് യു ദ റെസ്പെക്ട്. ലൊക്കേഷനിൽ തന്നെ ആരെയും എന്നെ സാറിന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. വേണ്ട അനീഷ് വിളിക്കല്ല, അനീഷ് ചേട്ടാന്ന് വിളിച്ചോറ് ലൊക്കേഷനിലിട്ട് ഇവിടെ അതും വേണ്ട അനീഷ്. അല്ല എനിക്ക് എന്നാലും ആസ് എ ഡയറക്ടർ ഐ ഷുഡ് ഗിവ് യു ദ റെസ്പെക്ട്. അതുകൊണ്ടാട്ടോ. അപ്പൊ ഓക്കെ, അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അനീഷ് എന്ന് വിളിച്ചോ. അനീഷിന്റെ നാട് എവിടെയാ? നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ്, ഗൂഡല്ലൂർ അടുത്ത് എരുമാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് 12 years ആയി. അല്ല, കൊച്ചിയിൽ വന്നിട്ട് 12 വർഷമായി. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അതായത് സിനിമയിലുള്ള ക്രൈസ് ആണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ലൊക്കേഷനിൽ കയറാൻ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വേണം എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു സമയത്ത് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അടുത്തുള്ളൊരു സ്റ്റുഡിയോയിൽ കയറി ക്യാമറയ്ക്ക് വിലയൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അമ്മ ഒരു ക്യാമറ മേടിച്ചു തന്നു. ആ ക്യാമറയായിട്ട് കൊച്ചിയിലേക്ക് വന്നതാണ് കുറേ മുന്നേ. അങ്ങനെ ആ ക്യാമറ ഒരു ക്യാമറ ഉണ്ട് എപ്പോഴും ലൊക്കേഷനിൽ കയറി ചെല്ലാൻ പറ്റും. ആ ഒരു ക്യാമറയ്ക്ക് എല്ലായിടത്തും ഒരു ഫ്രീഡം ഉണ്ടാവും. എപ്പോഴും സ്റ്റിൽ ക്യാമറ ഉപയോഗിക്കുന്ന ഒരാൾക്ക് എല്ലായിടത്തും ഒരു സ്പേസ് കിട്ടും. ഇവിടുന്ന് വരുന്നവർ ചോദിക്കാറില്ല, അന്നറിയാം. അപ്പൊ അത് വെച്ച് കയറി. പിന്നെ ഫോട്ടോ എടുക്കാൻ പഠിക്കാന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്യാമറ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന സെക്കൻഡ് സൈഡിൽ ബുക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കി ലൈറ്റിംഗ് ഒക്കെ പഠിച്ച് അങ്ങനെ ഫോട്ടോഗ്രാഫി പഠിച്ചു. അങ്ങനെ നാഷണൽ റെക്കോർഡ് വരെ കിട്ടി എനിക്ക്. അപ്പൊ അങ്ങനെ അതെ ഇപ്പൊ ഞാൻ ഈ മൂവിയിൽ ക്യാമറ ലിംക ബുക്ക് ഓഫ് നാഷണൽ റെക്കോർഡാണ് എനിക്ക് കിട്ടിയത്. അത് സ്റ്റിൽ ക്യാമറയിൽ ഫസ്റ്റ് വീഡിയോ ചെയ്ത് ഞാനാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം 5D ക്യാമറയിൽ. അതിനുശേഷമാണ് ചെയ്തു തുടങ്ങിയത്. അത് റെക്കോർഡിന് വേണ്ടി ചെയ്തല്ല, എത്താന്ന് പറയുന്നത് എല്ലാവർക്കും ആരെങ്കിലും ഒരു ഗുരു ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് കണ്ടു പഠിച്ച അങ്ങനെയൊക്കെ ചെയ്ത്. അത് ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇതൊക്കെ ഒരു പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ പെട്ടെന്ന് അങ്ങനെ തോന്നിയതാണ്. അതിനുശേഷം കാവ്യനെ വെച്ചിട്ട് ആൽബം ചെയ്തിരുന്നു, കാവ്യദളങ്ങൾ എന്ന് പറഞ്ഞിട്ട്. കാവ്യ തന്നെയാണ് പാട്ടൊക്കെ എഴുതിയത്, കാവ്യ അഭിനയിച്ചു, ഞാനാണ് ഡയറക്റ്റ് ചെയ്തത്.
അതും ശ്രദ്ധിക്കപ്പെട്ട ഒരു ആൽബമാണ് കാവ്യതളം. തീർച്ചയായിട്ടും. അപ്പൊ ഫിലിമില് ഏതാ ഫസ്റ്റ് ചെയ്തേ? മാറ്റിനി എന്ന് പറഞ്ഞ മൂവിയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് എങ്ങനെ എൻട്രി ചെയ്ത്? അതില് ഞാൻ ഈ മായാമാധവ് എന്ന് പറഞ്ഞ ആൽബം ചെയ്ത സമയത്ത് അത് വർക്കൗട്ടായി. ഒരു 5 മിനിറ്റ് സോങ്ങേ ഉള്ളൂ, ഭാമയാണ് അത് പാടിയത്. അപ്പോൾ അത് ഭയങ്കര വർക്കൗട്ട് ആയപ്പോൾ ഞാൻ വെച്ചാൽ അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫർ അല്ലേ, ക്യാമറയിലേക്കല്ല, ശരിക്കും എൻ്റെ റൂട്ട് പ്രകാരം ഇപ്പോൾ ലാൽ സാർ ഒരു പറഞ്ഞിട്ടുണ്ട് നീ ക്യാമറമാൻ ആവേണ്ട ആളാന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ തിരിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോകുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ക്യാമറമാൻ ആവുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നി എനിക്ക് സിനിമ ചെയ്താലോ. അങ്ങനെ ഡയറക്ടർ എന്നുള്ളൊരു പദവിയിലേക്കല്ല, ഞാൻ കാണുന്ന കുറച്ച് വിഷ്വൽ വരുന്ന ഒരു കഥാചിത്രം വേണം എന്നുള്ളൊരു തീരുമാനമെത്തി. അങ്ങനെയാണ് മാറ്റിനി എന്ന് പറഞ്ഞൊരു ത്രെഡിലേക്ക് കുറേ കഥകളൊക്കെ കേട്ടു. പിന്നെ പെട്ടെന്നൊരു പ്രൊഡ്യൂസർ ഒന്നും കിട്ടില്ലല്ലോ, എത്ര വലിയ ഫോട്ടോഗ്രാഫർ ആയാലും ചെറിയ കാശിന്റെ പരിപാടിയല്ലത്. അങ്ങനെയാണ് ഞാൻ മാറ്റിനി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വരുന്നു. വലിയ പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് കിട്ടുകയും ചെയ്യും. UPL പോലെ വലിയൊരു ശരിക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര ഭാഗ്യമുണ്ട്, ഈശ്വരാനുഗ്രഹം ഒത്തിരി ഉണ്ട്. അത് അത്രയും തന്നെ കഷ്ടപ്പെടുത്തുകയും ലെവലിൽ എത്താന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല. ചെയ്യുന്ന കിൻഡറും ജോയും DOPയും അനീഷ തന്നെയാണ്, രണ്ടും കൂടെ ഡയറക്ഷനും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എങ്ങനെയാണെന്നറിയാം, ശരിക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിട്ട് നാച്ചുറലി സത്യം പറഞ്ഞാൽ ലാൽ സാർ പറഞ്ഞ പോലെ ക്യാമറയുടെ ബാക്കിൽ വരേണ്ട ആള് ഡയറക്ഷനിലേക്ക് മാറിയതിൽ ഡയറക്ഷൻ വന്ന് പിന്നെ ക്യാമറയിലേക്ക് തിരിഞ്ഞു ഞാൻ കറങ്ങി പോയിക്കൊണ്ടിരിക്കും. അല്ല, അപ്പൊ ശരിക്കും അത് ക്യാമറയെ പറ്റി അറിവുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒക്കുമല്ലോ അല്ലെ. ഞാൻ ലാൽ സാർ തന്നെ 5 years ലാൽ സാർ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഞാൻ ലാൽ സാറിന്റെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അതിന് ഞാൻ ഷാജേട്ടന്റെ പടമൊക്കെ ഞാൻ വർക്ക് ചെയ്ത്, അതിന് വേണ്ടി കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അലിബായ് ഒക്കെ ഞാൻ വർക്ക് ചെയ്ത്, കവർ പേജ് ഒക്കെ ചെയ്യാൻ ലാൽ സാർ ഏത് ലൊക്കേഷനിലുണ്ട് അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും. അത് കുറെ കാലം അത് ചെയ്തു. അതൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു തുടക്കം മുതലേ, എങ്ങനെ ഇവരുടെ എത്തിപ്പെടും, എങ്ങനെ ഫോട്ടോ എടുക്കും. പിന്നെ കുറെ കഴിഞ്ഞു പിന്നെ ഫ്രണ്ട്ലി ആയി, പിന്നെ ഡയറക്ഷനിലേക്ക് എത്തിയില്ലേ, സംതിങ് ഗ്രേറ്റ് അല്ലേ. ഇനി പുതിയ പ്രൊഡക്ഷൻ പുതിയത് ജൂലൈ ഒക്കെ ആവും സ്റ്റാർട്ട് ചെയ്യാൻ. അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടോണ്ടിരിക്കണം, ഒന്നും ഫൈനൽ ചെയ്തിട്ടില്ല. ജൂലൈ ആകുമ്പോൾ തുടങ്ങണമെന്നുണ്ട്. ഏറ്റവും ഒരു ആക്ട്രസിന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു അവാർഡ് കിട്ടുക എന്നുള്ളതാണ് അല്ലേ. അത് എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കാരും തന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ശരിക്കും ഇപ്പൊ അഞ്ജലിക്ക് അതൊരു ഭാഗ്യം ഉണ്ടായി കേട്ടോ. ഷുഡ് അപ്രിഷിയേറ്റ് മൈ ഹാർട്ടി. താങ്ക് യു സോ മച്ച്. അപ്പം ശരിക്കും ഇതിന് വേണ്ടിയിട്ട് ഈ ആശ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ല നമുക്ക് അവാർഡ് കിട്ടിയത്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യോ, വർക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ ആ ക്യാരക്ടറുമായിട്ട് അഞ്ജലിയുടെ ഒരു അടുപ്പം? ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആഡ്ലി എന്ന സംവിധായകൻ ഒരു 7 വർഷം മുന്നേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആഡിൽ. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധത്തിൽ പുള്ളി എന്നെ തലേദിവസം രാത്രി വിളിച്ചിട്ട് എടി കാസ്റ്റിങ്ങിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, നിനക്ക് എൻ്റെ നായികയാവാൻ പറ്റുമോ എന്നൊരൊറ്റ ഫോൺ കോളിൽ ആ പുള്ളി കാണിച്ച കോൺഫിഡൻസിലാണ് ഞാൻ ആ ക്യാരക്ടർ എടുത്തത്. അന്ന് രാത്രി തന്നെ പുള്ളിയുടെ വീട്ടിൽ പോയി ആ സ്ക്രിപ്റ്റ് ഇരുന്ന് വായിച്ച് തലേദിവസം രാവിലെ 7 മണിക്ക് ജോയിൻ ചെയ്തു. അതെടുത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ അമ്മയായതുകൊണ്ട് ബെന്നിൻ്റെ അമ്മയാവാനായിട്ട് എനിക്ക് അത്ര വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരെ മറിച്ചുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഉപദ്രവിക്കണം, ഒരുപാട് ദേഹോപദ്രവം കൊടുക്കണം, മെന്റലി ടോർച്ചർ ചെയ്യണം. പിന്നെ ഈ ക്യാരക്ടർ ചിരിക്കുക എന്നുള്ള സംഭവമേ ഇല്ല, എപ്പോഴും ഈ അമ്മ ദേഷ്യമാണ്. പക്ഷെ അത്രയും തന്നെ സ്നേഹമുള്ള ഒരു അമ്മയും കൂടിയാണ്. നമ്മുടെ എല്ലാ അമ്മമാരും നമ്മളെ നല്ലോണം തല്ലും, പക്ഷെ ആ സമയം രാത്രി വന്ന് സോറി കേട്ടോ എന്നുള്ളൊരു ഉമ്മ തരാൻ നമ്മൾ മറക്കാറില്ല. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറാണ് ആശ. ആശ എല്ലാം ഉള്ളിലൊതുക്കി ആശയുടെ ഒരു ആശയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മകനിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫിഷ്നെസ്, ആ ഒരു സ്വാർത്ഥത എല്ലാം മറന്നുകൊണ്ട് ബെന്നിനെ അങ്ങ് ഫുൾ ഉപദ്രവിക്കുകയാണ്. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ള അമ്മയുടെ ഉള്ളിലുള്ളതെല്ലാം അത്രയും മകനിലൂടെ തീർക്കുകയാണ്. അപ്പൊ ആ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. പല സമയത്തും കണ്ടു കഴിഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അല്ലേട്ടത് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ആ സമയങ്ങളിലൊക്കെ. പിന്നെ പടം കണ്ടു കഴിഞ്ഞ് വന്ന അടുത്തുള്ള റിലേറ്റീവ്സും എല്ലാരും പറഞ്ഞു, ആദ്യം നിന്നെ ഇവിടെ കിട്ടിയ 2 അടി കഴിഞ്ഞിട്ടേ വർത്താനം ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് എനിക്കൊരു സന്തോഷമായിരുന്നു. കാരണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. കാരണം എന്നെ ചിരിക്കാതെ ആരും ഇതുവരെ കണ്ടിട്ടില്ല, ചിരിക്കാതെ മുഖം വളരെ കുറവാണ്. അപ്പൊ അത് എന്നെ അക്സെപ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ തന്നെ ഫുൾ സന്തോഷമായി. പിന്നെ എനിക്ക് ചുറ്റുമുള്ളവർ അന്നേ പറഞ്ഞിരുന്നു എനിക്കും മകൻ ആരെങ്കിലും ഉള്ള അമ്മ അല്ലെങ്കിൽ മകൻ അവാർഡ് കൊണ്ടുപോകും. പക്ഷെ അമ്മയ്ക്കും മകനും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാലാണ് ഇരട്ടി മധുരം ഫീൽ ചെയ്തത്. മകനും ഒരുപാട് ഗൗരവം, ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സത്യം. പിന്നെ തമിഴിലാണ് സ്റ്റാർട്ടിങ്. ആക്ച്വലി 2010 3 തമിഴ് സിനിമയിൽ നായികയതിനു ശേഷം കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുന്നതിന് തൊട്ട് മുന്നേ സീനിയേഴ്സ് എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചതിൻ്റെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കും ഷാജി ഏട്ടൻ്റെ കിങ് ആൻഡ് ദ കമ്മീഷണറും വെനിസ്ല വ്യാപാരി ഇത് രണ്ടും വന്ന് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. പിന്നെ മോളായതിനു ശേഷമാണ് 5 സുന്ദരികൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി. അവിടെ നിങ്ങളുടെ പടകടാന്ന് പറഞ്ഞിട്ട് ഒരു 10-40 സിനിമ മോളായതിനു ശേഷമാണ് ചെയ്തത്. അതെ, മോളായതിനു ശേഷമാണ് അനീഷും ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെ തന്നെ ഇരിക്കട്ടെ. മോളുടെ പേരെന്താ? ആവണി. നല്ലത്.
എന്താ പറയാ മോളായിട്ട് ഐശ്വര്യം കൊണ്ടിട്ട് ഇനി അത് ഫുൾ ലൈഫ് ലോങ് നിൽക്കട്ടെ. പിന്നെ ഏത് തമിഴല്ല വേറെ ഏതെങ്കിലും ചെയ്തു? ഇല്ല, തമിഴ് മാത്രമാണ് ഇപ്പം സ്റ്റിൽ ഇപ്പൊ ഒരു തമിഴ് ചെയ്യുന്നുണ്ട്, അത് തീർത്തിട്ടില്ല. ലാംഗ്വേജ് ഒന്നും കുഴപ്പമില്ല. ലാംഗ്വേജ് ഒക്കെ അപ്പൊ തന്നെ പഠിച്ചു ഏകദേശം. കാരണം വെച്ചാൽ എനിക്ക് പ്രോംപ്റ്റിംഗ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി ഡയലോഗ് ഡെലിവറിയിൽ തമിഴ് അങ്ങ് പഠിച്ചു അത്യാവശ്യം. അതുകൊണ്ട് തമിഴ് അത്ര വലിയ ബാരിയർ അല്ല. പിന്നെ മറ്റ് ലാംഗ്വേജസ് നിന്ന് വരുന്നുണ്ട് കോളുകൾ. ഇതുവരെ ഒന്നും ഇങ്ങനെ ചെയ്യണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു പക്ഷെ ലാംഗ്വേജിന്റെ പ്രോബ്ലം ആയിരിക്കാം മേ ബി. എന്നാന്ന് വെച്ചാൽ എല്ലാവരും വെളിയിലുള്ള ലാംഗ്വേജ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോ പറയും ഏറ്റവും കൂടുതൽ പ്രയാസം പഠിക്കാൻ നമ്മുടെ മലയാളം എന്നാ പറയുന്നത്. ആണോ? തെലുങ്കൊക്കെ പടപട പറയുന്നു, എനിക്കറിയാൻ മേല. ആ ഭാഷ കേട്ടിട്ടുണ്ട്, എനിക്ക് പേടിയാവും. ചില സാഹചര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യും. 1-2 ലാംഗ്വേജ് വേർഡ്സ് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം, 1-2 വാക്കുകൾ പറയിപ്പിക്കാൻ ഇങ്ങനെ ആൾക്കാർ. പക്ഷെ എനിക്കത് അവരുടെ ആ ഒരു മോഡുലേഷനും സ്ലാങ്ങും ഒക്കെ ഒത്തിരി വ്യത്യാസം വരുവല്ലേ. ആ സത്യം, ഡയറക്ഷന്റെ വ്യൂ പോയിന്റ് പറയുന്നതാണോ? അനീഷ എങ്ങനെ അഞ്ജലിയുടെ ലൈഫിലേക്ക് വന്ന്? ഞങ്ങളൊരു പരസ്യ ചിത്രത്തില്, ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല, ഞാൻ 2008 മാർച്ച് 1 അങ്ങനെ ഒരു ആഡ് ഫിലിം ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോഗ്രാഫർ ഞാനായിരുന്നു, രതീഷ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന, ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പോയി ചെയ്യുന്ന ആഡായിരുന്നു. അതിന് മുന്നേ കുഞ്ഞിലെയും അല്ലാത്ത സമയത്തൊക്കെ സ്കൂളിങ്ങിലൊക്കെ കസിൻസ് ഒക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഓരോ ആഡ്സ് ഒക്കെ ചെയ്യിക്കായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് പോയി ചെയ്ത ആഡാണ് ഈ പറഞ്ഞ ജാൻസി. ക്യാമറ ഒക്കെ ആയിട്ട് പോയി തിരിച്ചു വരുമ്പോ ആളും കൂടെ ഉണ്ട്, ഒരാളും കൂടെ എക്സ്ട്രാ കിട്ടി. 2008 കണ്ടു, 2011 കണ്ടു 2011 കല്യാണം. അപ്പൊ ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തു മനസ്സിലാക്കാൻ വേണ്ടി തമ്മിൽ അല്ലേ? ജോലിയുണ്ട്. അന്ന് ഫിലിമിന്റെ ഫോട്ടോഗ്രാഫിയും ചെയ്യണ്ടേ, വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ മൂവിയുടെ ഫോട്ടോഗ്രാഫിയൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ രണ്ടാളും 2 ഭാഗത്ത് തന്നെ ആയിരിക്കാം. പിന്നെ ഈ സിനിമയിലുള്ള ഭ്രാന്തല്ലേ, അപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, കുറെ പോസ്റ്റർ ഷൂട്ട്. ശരിക്കും അനീഷ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് ചെറുപ്പം മുതലേ സിനിമ ഇഷ്ടമാണ്. കുറെ തമിഴ് മൂവീസ് കൂടുതൽ കണ്ടിട്ടുള്ളത്, പിന്നെ ലാൽ സാറെ കുറെ പടങ്ങൾ, ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതിനുശേഷം നമ്മളെ സിനിമയിലേക്ക് അങ്ങനെ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഫോട്ടോഗ്രാഫി പഠിച്ചാൽ സിനിമയിലെത്താന്നുള്ള ചിന്തയൊന്നുമില്ല. എപ്പോഴോ തോന്നിയൊരു ബുദ്ധിയാണ്. എല്ലാവരും വിളിച്ച് എന്നെ സിനിമയിൽ എന്തെങ്കിലും ആക്കുമെന്നാണ് ചോദിക്കണേ, എന്താക്കണം എന്ന്. അപ്പോൾ അവർ ചോദിക്കുക എന്താക്കണം എന്ന്. അപ്പോൾ സിനിമയിൽ എന്തൊക്കെ വിഭാഗം ഉണ്ടെന്ന് പറയാൻ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നി ഇങ്ങനെ ഫോട്ടോഗ്രാഫറുടെ കൂടെ നിൽക്കുക, ആർട്ടിൻ്റെ കൂടെ എനിക്ക് എങ്ങനെ അത്യാവശ്യം പെയിൻറ്റ് ചെയ്യാനും ഒക്കെ അറിയാം എനിക്ക്. അപ്പോൾ ഞാൻ കരുതി അപ്പോൾ അങ്ങനെ ചോദിക്കാമെന്ന് കരുതി. അങ്ങനെയും കുറേ പേര് പറ്റില്ല, അവിടെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഒരു സ്റ്റിൽ ക്യാമറ മേടിച്ച് ചെന്നപ്പോൾ കുറേ മാഗസിന് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ മെല്ലെ ലൊക്കേഷനിലേക്ക് എത്തി. മാഗസിന് വേണ്ടി വർക്ക് ചെയ്യല്ലേ, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കോണ്ടാക്ട്സിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വരെ. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കോണ്ടാക്ട്സിലാണ്. പക്ഷെ അത് ക്യാമറ മേടിച്ച് കഴിഞ്ഞ് അതിൽ വർക്ക് തുടങ്ങിയപ്പോൾ അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ അത് കൃത്യമായിട്ട് പഠിക്കണം എന്നൊരു ആഗ്രഹം. നമ്മുടെ യൂത്തിലെ പിള്ളേർ കുറെ പേര് ക്യാമറ തൂക്കിപ്പിടിച്ച് പോകുമോ? ഞാൻ പഠിച്ചത് ഫിലിമുള്ള ക്യാമറയിലായിരുന്നു, ഇന്നിപ്പോ ഡിജിറ്റലായില്ല. അപ്പൊ ഫിലിമുള്ള ക്യാമറയിൽ പഠിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, സ്വന്തമായിട്ട് പഠിക്കാന്നുണ്ട്. ഇപ്പൊ ഒരു ഡിജിറ്റൽ ക്യാമറ കിട്ടിയ ആർക്കായാലും ഫോട്ടോ എടുക്കാം, കാണാമല്ലോ, ഫോട്ടോ പ്രിവ്യൂ കാണാം. അന്നത് കാണാൻ പറ്റില്ല, ഇത് ലാബ് കൊണ്ടുപോയാലേ അറിയുള്ളൂ. 36 സ്നാപ്പ് ഉണ്ട്, ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഈ കാശ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ലാബ് പോയി പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ 2 പതിഞ്ഞു 3 പതിഞ്ഞു അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഫ്ലോപ്പ് ആകുമ്പോഴത്തേക്ക് പ്രയാസം തോന്നിയിട്ടില്ലേ? പ്രയാസം തോന്നും, പക്ഷെ എന്നാലും വിടില്ല, വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് കാശ്. അല്ല, അപ്പൊ ഈ ഫോട്ടോഗ്രാഫ് ക്യാമറ മേടിക്കാനുള്ള കാശ് ഒക്കെ അമ്മയോട് ചോദിക്കുമ്പോ അമ്മ വഴക്ക് പറയുകയല്ലായിരുന്നു? 10,000 രൂപയ്ക്ക് ക്യാമറ കിട്ടി. അന്ന് 5,000 രൂപ കൊടുക്കാണ്ടായിരുന്നല്ലോ, ബാക്കി 5,000 രൂപ ഞാൻ തരാന്ന് പറഞ്ഞു. അമ്മക്ക് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അതിനുശേഷം പിന്നെ ഈ കടലുണ്ടി ട്രെയിൻ ആക്സിഡന്റ് ഞാൻ ഷൂട്ട് ചെയ്ത്. അന്ന് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എന്നെ ശ്രദ്ധിക്കപ്പെട്ട ഫോട്ടോഗ്രാഫ്സ്. കടലുണ്ടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. കുറെ പക്ഷികളൊക്കെ ഉള്ള സ്ഥലമാണ് കടലുണ്ടി. അപ്പൊ അവിടെ ഞാൻ ക്യാമറ ആയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ പോവുക, നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് എടുക്കാനും ഇറങ്ങി പക്ഷികൾ എടുക്കാനും അങ്ങനെയൊക്കെ എടുക്കാനും. ആ കൂട്ടത്തിൽ ഞാനും പോയതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ട് ഞാനത് ക്യാപ്ചർ ചെയ്തു. അന്ന് പത്രത്തിൽ ഞാൻ എടുത്ത ഫോട്ടോഗ്രാഫ്സ് വന്നത്. എൻ്റെ പേരൊന്നും വന്നില്ല, എനിക്ക് അറിയില്ലായിരുന്നു പേരൊക്കെ വരുന്നു. എൻ്റെ അടുത്ത് ഫിലിമൊക്കെ മേടിച്ച് അവർ കൊണ്ടുപോയി. അങ്ങനെ അത് അല്ല, ഇപ്പൊ ഈ ഫോട്ടോഗ്രാഫിയുടെ ഇത്രയും പ്രാന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയാം, എന്റെ മൂത്ത ആൾക്ക് ഇതിന്റെ ഒരു ചെറിയൊരു പ്രാന്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഫോട്ടോ എടുക്കാൻ മറ്റേ നന്നായി ക്യാമറ മൂത്ത ആൾക്കൊരു ചെറിയൊരു വന്നിട്ടുണ്ട്. ഈ ശരിക്കും മൂത്താളിപ്പോ BBAക്ക് പഠിക്കുന്നു. പക്ഷെ ഭയങ്കര ഇഷ്ടം അവന് ഫോട്ടോഗ്രാഫി. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഒരു അസിസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പറഞ്ഞു ഇതേമാതിരി കഴിവൊന്നുമില്ല, പക്ഷെ എന്നാലും അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒക്കെ അറിവുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഒരു അസിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്.
ഇനി കുറച്ചു നേരം ഞാൻ വർത്താനം പറഞ്ഞു, ഇനി ഞാനൊന്ന് ആഹാരം വിളമ്പട്ടെ, അല്ലെങ്കിൽ ലാൽ സാറിന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ ദേഷ്യം. ഫസ്റ്റ് ആക്ച്വലി ഫിലിമിൽ തന്നെ ചെയ്ത് അതോ അല്ല, മോഡലിംഗ്, ആഡ്സ്, പിന്നെ ആൽബംസ്, അതിനുശേഷം അങ്ങനെ ഒരു പടിപടിയായിട്ടായിരുന്നു. ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ റീസെന്റ് ഇപ്പൊ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തിരുന്നു, ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയാ, ലാ കൊച്ചിൻ എന്നുള്ള ആൽബമാണ്. ഞാൻ വിചാരിച്ചു ഷോർട്ട് ഫിലിം. ഇല്ല, വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുള്ള ആൽബം. അനീഷ ഡയറക്ട് ചെയ്ത? അല്ലല്ല, ഞാൻ 2 ആൽബംസ് ചെയ്തിട്ടുള്ളൂ, മായമാധവം പിന്നെ കവിത. ഒരു കാര്യം ചോദിച്ചിട്ട് അനീഷ്, ഇപ്പൊ ആൽബം ചെയ്തു, ഫിലിം ഡയറക്ട് ചെയ്തു, എല്ലാം ചെയ്തു, അതില് ഇനി ഒരു ആൽബം ചെയ്യാൻ വെച്ചാലും നമുക്ക് ചെയ്യാൻ നോക്കുമല്ലോ അല്ലെ? അല്ലെ, ഡയറക്ട് ചെയ്തവര് തിരിച്ച് ആൽബം. ഞാനിപ്പോഴും ഡയറക്ടറായി വിശ്വസിക്കുന്ന ഒരാളല്ല. ഓരോ ഓളത്തിൽ ഞാൻ സമ്മതിച്ചു, നാട്ടുകാർ സമ്മതിച്ചു, നാട്ടുകാർ അംഗീകരിച്ചു. ഇന്നലെയും കൂടെ ഒരു പോർട്ട്ഫോളിയോ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. നമുക്ക് എന്തറിയുന്നു, എന്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഫോട്ടോഗ്രാഫിയാണ്. അതിനുവേണ്ടി ആര് വിളിച്ചാലും എന്റെ ഒഴിവിനനുസരിച്ച് ഞാൻ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ പേരൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഫോട്ടോഗ്രാഫി മറന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫിക്ക് ആരെങ്കിലും ഇപ്പം അനീഷിനെ ഗുരുവാക്കോ, അല്ലെങ്കിൽ സാർ ഞാൻ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്യാൻ? എന്റെ കൂടെ 18 പേരുണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പല ഭാഗങ്ങളിലായിട്ട് ഓരോരുത്തരുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും പഠിക്കാനല്ല, ഞാൻ കണ്ടു പഠിച്ചു എന്ന് പറയാം. എനിക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ അറിയില്ല, ഞാൻ കണ്ടുപഠിച്ചതാണ്. അപ്പം എനിക്ക് പഠിപ്പിക്കാനും അറിയില്ല. അപ്പോൾ ഓരോ ദിവസം ഞാൻ ലേറ്റ് ചെയ്യണം ഓരോ രീതിയിലാണ്. അത് ഒരു പക്ഷെ ഇങ്ങനെ ബൈ ബർത്തിൽ എനിക്ക് കിട്ടിയതായിരിക്കാം. അതങ്ങനെ ചെയ്തു പോകണമെന്ന് മാത്രമല്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അതെനിക്ക് പേപ്പറിൽ എഴുതി ഒരു പക്ഷെ ഒരാള് ഇപ്പൊ ഇത് പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വന്ന അയാള് ബുക്ക് തുറന്നു വെച്ച് എടുക്കും. ഇപ്പൊ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്താൽ അയാൾ ബുക്ക് തുറക്കുന്ന സമയം കൊണ്ട് എനിക്ക് ഷൂട്ട് തീർക്കാൻ പറ്റും. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ചോണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ തിയററ്റിക്കൽ പഠിക്കുവാണെങ്കിലും ഇത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്? അതോ നമ്മൾ ഏകദേശം സെയിം ആണ്? അല്ല, നമുക്കൊരു തിയററ്റിക്കൽ വൈസ് ഡിഫറെന്റ് ഒരു വിഷ്വൽ വേണം, മനസ്സിലൊരു കാഴ്ചപ്പാട് വേണം. എന്താണ് നമ്മൾ എടുക്കാൻ വേണം? ഇപ്പൊ ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്താന്നുള്ളൊരു ചിന്ത മനസ്സിൽ വേണം. ഈ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ ഒരു പടം കിട്ടി, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കള്ളത്തിനും പറയാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ച് ഞാൻ എടുക്കാൻ ശ്രമിക്കും. അതെങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. അപ്പൊ അനീഷ് പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിലിം ഡെവലപ്പ് ചെയ്ത് വന്ന് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ, പക്ഷെ അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ഇതായിരിക്കും എല്ലാവർക്കും ഇപ്പാണെങ്കിൽ നമുക്ക് ഓൺ സ്പോട്ട് കാണാനോ, പണ്ട് അതൊക്കത്തില്ല. അതാവുന്ന സമയത്താണ് ഞാൻ ഫോട്ടോഗ്രാഫറായി തിരിച്ചറിവ് എനിക്ക് ഉണ്ടായത്. കാരണം ഞാൻ മാഗസിൻസ് ഒക്കെ നോക്കി ഇതുപോലെ ഷൂട്ട് ചെയ്യണം. ആദ്യം നമ്മൾ കോപ്പി ചെയ്യാനാണ് നോക്കുക, എങ്ങനെയാണ് ഈ ഫോട്ടോ എടുത്തു. പുറത്തുള്ള നാഷണൽ ലെവലിലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഇരിക്കും, അപ്പോൾ അവരത് എങ്ങനെ എടുത്തു എന്നാണ് ആദ്യം നമ്മൾ നോക്കുക. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ഷൂട്ട് ചെയ്താൽ അത് അതേപോലെ വന്നാൽ ഈ ഒരു കാര്യം ഞാൻ പഠിച്ചു. ഇതിനെ പിന്നെ മാറ്റിയിട്ട് വേറെ രീതിയിൽ സേഫ് സൈഡ് പണ്ടൊക്കെ, അതായത് ഇപ്പോഴല്ല, പണ്ടൊക്കെ ആ സേഫ് സൈഡിനെ നമ്മൾ ഒന്നുകൂടെ എടുത്തു വെക്കോ, അറിയത്തില്ലല്ലോ നമുക്ക് അത് വന്നിട്ടുണ്ടോ ഇല്ലയോ. ഒരുപാട് ഇന്ന് എടുത്ത് കൂട്ടണ പോലെ അന്ന് എടുക്കാൻ പറ്റില്ല. ഒരു റോളിൽ 36 സ്നാപ്പേ ഉള്ളൂ, വളരെ ഷൂട്ട് ചെയ്യുള്ളൂ. അല്ല, അപ്പൊ പിന്നെ നമുക്ക് എന്നത്തിന്റെ ഉറപ്പിലാണ് നമ്മളത് ഓക്കെ ആന്നോന്ന് നമ്മൾ തീരുമാനം. അത് ഒരു തവണ നമുക്ക് ഒരു പ്രശ്നം മനസ്സിലാവും, ഇതുകൊണ്ടാണ് ആ ലൈറ്റ് വർക്ക് ചെയ്യാത്തത്, അതുകൊണ്ടാണ് ഇവിടെ അത് അപ്പോഴേ പറ്റുള്ളൂ. ഒരുപാട് ഫിലിം റോളുകൾ കളഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ റോളുകൾ കളഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ശരി നമ്മുടെ കോൺഫിഡൻസ് പോകുകയല്ല. അതെന്തായാലും നമ്മള് പിടിച്ചോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ കല്യാൺ സിൽസ് ആണെങ്കിലും ഗിരിപ്പായി ഒക്കെ ആണെങ്കിലും ഒക്കെ അനീഷാണ് ഷൂട്ട് ചെയ്യുന്നത്. കല്യാൺ സിൽസ് ഒക്കെ ഞാൻ 6 വർഷമായി ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവരെ ഹോർഡിങ് മൊത്തം ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ആ ജോലിനോടുള്ള ഒരു ആത്മാർത്ഥത. അവരിപ്പോ സാമി വിളിച്ച് ചോദിക്കും, നീ ഇപ്പൊ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, ഫോട്ടോഷൂട്ട് ചെയ്യുക ചോദിക്കും. ഞാൻ വിളിച്ച അപ്പൊ തന്നെ തൃശ്ശൂർ പോകും, എന്നിട്ട് സാരി സെലക്ട് ചെയ്യും. ഞാൻ തന്നെ സാരിയൊക്കെ സെലക്ട് ചെയ്യാറ്, ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. ഞാൻ എന്തായാലും മിണ്ടുന്നില്ല, ഭക്ഷണം വിളമ്പിച്ച് ഞാൻ പിന്നെ വർത്താനം പറയാം, നാട്ടുകാർ എന്നെ തല്ലും. ഒന്നും പറയാത്തതല്ല, പറയാൻ ഒന്നുമില്ല, അത്രയും ഗംഭീരമായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ അതിനെ കുറിച്ച് പകുതിയായി പോയി. ഒന്നും പറയാനില്ല, ഒരു കുന്തമില്ല. എന്താ പറയാ, അത്രയും അസലായിട്ടുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ കുറച്ചേരം കഴിച്ചിട്ട് പറയാൻ ഒരാള് പറയുന്നത്
അതല്ല അനീഷിനി എന്താ അഞ്ജലി കുക്ക് ചെയ്യാൻ കേറുമ്പോഴും പിന്നെ അടുത്ത ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അതേപോലത്തെ വല്ല കമന്റ് ഇതിനും എനിക്കിതൊക്കെ ലോട്ടറി അടിച്ച പോലെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നാടനാണ്, ഇറ്റാലിയൻ? അങ്ങനൊന്നുമില്ല, എല്ലാം കിട്ടുന്നതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അങ്ങനെ അനീഷിന്റെ അവിടെ പുട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പുട്ടും കടലയാണോ പയറാണോ മട്ടനാണോ? കോമ്പിനേഷൻ കേട്ടാ ജനങ്ങളെ ഞാൻ പറയാം മട്ടൺ നല്ല കോമ്പിനേഷൻ. ഒരിക്കലും ഒരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങളല്ലേ അറിയുന്നുള്ളൂ. പറയില്ല, അത് അനീഷിന്റെ മാത്രം. അനീഷ് പറയണ്ട, അഞ്ജലി പറയും. തൈര് കൂട്ടിന്റെ കൂടെ പുട്ടും തൈരുവോ? കറി ഉണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ തൈര് വെച്ച് കഴിക്കും. അനീഷിന്റെ മാത്രം കോമ്പിനേഷൻ. എന്ത് കറിയായാലും ചെറുപയറാണെങ്കിൽ തൈര് ചോദിക്കും, എന്ത് കടലക്കറി ആണെങ്കിൽ തൈര് ചോദിക്കും, എന്താണെങ്കിലും തൈര് വേണം. ഞാൻ എനിക്കറിയാം, ഇതുവരെ ശ്രമിച്ചിട്ട് പോലും പറഞ്ഞിട്ടില്ല. പുള്ളി കണ്ടുപിടിച്ച എനിക്ക് പറ്റില്ല. എനിക്ക് ആലോചിക്കുമ്പോഴേ ഞാനിങ്ങനെ എടുത്തു കൊടുക്കുമ്പോ തന്നെ ചോദിച്ചു തൈരൊന്നും. അതൊരിക്കലും ബാക്കി വരാറില്ല, ഞാൻ തന്നെ തീർക്കും. അതുകൊണ്ട് ഇതറിയുന്ന ആൾക്കാർ എന്റെ ഫാമിലിയിൽ കുറച്ച് പേർക്കും പിന്നെ ഇവർക്ക് അറിയില്ല. ഇതിപ്പോ എല്ലാരും അറിഞ്ഞു. അല്ല ഇനി നമ്മളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ എനിക്കിത് പറ്റണേ ഇല്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. ഇല്ല അഞ്ജലി ഇപ്പൊ ആർട്ടിസ്റ്റ് ഒന്നും ആയില്ലെന്നുണ്ടെങ്കില് എന്നാവാനായിരുന്നു ഇഷ്ടം? ഹൗസ് വൈഫ്. കുഞ്ഞിലെയൊക്കെ ടീച്ചർ, കോളേജ് ലൈഫൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ റാമ്പിലൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ടീച്ചർ തന്നെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഹൗസ് വൈഫ്. കാരണം അത് ഞാൻ അതുപോലെ തന്നെയായിരുന്നു പോകാനിരുന്നിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു ഞാൻ ചെയ്യുന്നില്ല, ഫിലിം ചെയ്യുന്നില്ല എന്ന്. അത്രയും പറഞ്ഞിട്ട് പോലും ഇതുപോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ വിരിച്ചേക്കാണ് പ്രൊഫഷൻ ഇതാവണം എന്നുള്ളത്. അങ്ങനെ വന്നതാണ്. എന്തായാലും ഫോട്ടോഗ്രാഫി ആയി, ഡയറക്ഷൻ ആയി അനീഷ്. ഇനി അഭിനയിക്കാൻ വല്ല താല്പര്യമുണ്ടോ? ഇല്ല. എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, കുറെ പേര് ചോദിച്ചിട്ടുണ്ട് വന്ന് ചെയ്യേ, ചെറിയൊരു സീൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് ക്യാമറന്റെ ബാക്കിലാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയും. അപ്പൊ അതിന്റെ ബാക്കിൽ തന്നെ ചിലപ്പോ ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? ഇപ്പൊ എന്തായാലും ഇല്ല, എനിക്കറിയില്ല. കാരണം ഇതൊന്നും പ്രതീക്ഷിച്ച പോലെ അല്ല നടക്കുന്നത്. ഞാൻ ഫോട്ടോഗ്രാഫർ ആവണമെന്ന് വിചാരിച്ചില്ല, ഞാൻ ഇപ്പൊ ഡയറക്ടർ ആയി. അപ്പം അറിയില്ല. അമ്മ കോഴിക്കോടാണ്, അച്ഛൻ തൃപ്പൂണിത്ര. എനിക്കൊരു ബ്രദറാണ്, ഞങ്ങൾ ട്വിൻസ് ആണ്. അവനിപ്പോ ഖത്തറിലാണ്, ഇനി വരുന്ന മാസം ഇങ്ങോട്ട് വരും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്, എല്ലാവരും അടുത്തടുത്താണ്. അനീഷിനൊരു ഏട്ടനുണ്ട്, അനൂപ് എന്ന പേര്. അവരൊരു വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അനൂപും ഫാഷൻ ഫോട്ടോഗ്രാഫർ ആ ഫീൽഡിലേക്ക് വന്നു. അപ്പൊ അനീഷിന്റെ പടങ്ങളൊക്കെ പുള്ളി തന്നെ സ്റ്റില് ചെയ്യുന്നത്. മകളും രണ്ടുപേരും ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞു. ഞങ്ങൾ വന്നപ്പോ അവനും ഞങ്ങൾ അച്ഛൻ ആർട്ടിസ്റ്റ് ആയിരുന്നു, പെയിന്റിംഗ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കളർ സെൻസ് ഒക്കെ എനിക്കും ബ്രദറിനൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫ്രെയിമിലേക്ക് മാറ്റുക എന്നുള്ളത്, അങ്ങനെയാണ് ക്യാമറ വാങ്ങിയപ്പോ എനിക്ക് പഠിക്കാൻ പറ്റും. ഇല്ല, ഞാനിങ്ങനെ പോന്നപ്പോ ഈ റൂട്ട് നല്ലതെന്ന് ആൾക്ക് മനസ്സിലായി. ചേട്ടനും അതുപോലെ വന്നതാണ്. അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഓല പി പി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ബിജുവേട്ടന്റെ സിസ്റ്റർ ആയിട്ടാണ്. അപ്പൊ അതില് അനുബേട്ടൻ തരക്കേടില്ലാത്തൊരു വേഷമൊക്കെ ചെയ്യുന്നത്. അതിന് സ്റ്റില്ലും അനുബേട്ടനാണ്. അനുബേട്ടന്റെ മകൾ കൺമണിയാണ് എന്റെ മകളായിട്ടാണ് അത് ചെയ്തത്. ഇപ്പം അനീഷ് ഫോറിൻ ഫിലിംസ് ഒക്കെ റെഫർ ചെയ്യാറുണ്ട്? കുറെ ഷോർട്സുകളാണ് കാണാറ്. ഞാൻ അധികം ഇപ്പം ചില സീക്വൻസ് ഒക്കെ നമ്മൾ മ്യൂട്ട് ചെയ്ത് കാണാൻ നോക്കും കുറേയൊക്കെ. അപ്പം ഇപ്പോൾ പുറത്തുള്ള ഇംഗ്ലീഷ് മൂവീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദി മൂവീസ് ആണെങ്കിലും മ്യൂട്ട് ചെയ്തിട്ട് കാണും. കുറേ ഒന്നും ഹിന്ദി ഒന്നും അറിയില്ല, ആരെങ്കിലും അടുത്തിരുന്നൊക്കെ പറഞ്ഞു തരും. എനിക്ക് ഷോർട്സ് ആണ് വേണ്ടത്, എങ്ങനെ ആ സീൻ വർക്ക് ചെയ്തു, അത് ചെയ്തു. കുറേ വിഷ്വൽ ഞാൻ കാണാം. അത് ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. ചിലൊരു സോങ്ങിൻ്റെ ഒരു ഷോട്ട് കിട്ടിയാൽ മതി, ഞാൻ അതുകൊണ്ട് നടന്ന് അതിൻ്റെ പുറകെ തലകുത്തി മറിയാം. അത് അഞ്ജലിക്ക് അറിയാം, ഒരുപാട് കഷ്ടപ്പെടും ഇത് എങ്ങനെ ഇത് എടുത്തു എന്ന്. അത് ചോദിച്ച് ഇപ്പോൾ അത് എടുത്ത ആൾ ചിലപ്പോൾ എൻ്റെ മുന്നിലുണ്ടാവും, എന്നാലും ഞാൻ ചോദിക്കും. ഈ ഫോട്ടോഗ്രാഫിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇപ്പം അനീഷിന്റെ വ്യൂ പോയിന്റിൽ ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ബെസ്റ്റ് കളർ അനീഷിന് ഇഷ്ടമുള്ളത് ഏത്? എനിക്ക് ഗ്രീൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ എപ്പോഴും ഗ്രീനിന്റെ പുറകെയാണ്. ഗ്രീൻ വെച്ചിട്ട് കുറെ എല്ലാ കളേഴ്സും ഇഷ്ടമായിരിക്കും. അനീഷിന്റെ നാടുമായിട്ട് ചേർന്ന് പോകുന്നതും കൂടെ അതായിരിക്കും അല്ലേ? അവിടെ ഭയങ്കര അല്ലേ ഗ്രീനും ഇഷ്ടമാണെന്നേ ഉള്ളൂ. കാരണം മറ്റുള്ള എല്ലാ കളറും ഇഷ്ടം തന്നെയാണ്. ഒരു ഫോട്ടോഗ്രാഫർ ഇന്ന കളർ എന്നുള്ള സെപ്പറേഷൻ പറ്റില്ല. ഏത് കളറാണ് ഇപ്പോൾ കുറേ പേസ്റ്റൽ കളേഴ്സ് ആയിരിക്കും ഫോട്ടോഗ്രാഫി കൂടുതൽ യൂസ് ചെയ്യുക. അതിനും ഒരു ട്രെൻഡൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ പേസ്റ്റൽ കളേഴ്സാണ്. ഞാൻ ഇപ്പോൾ ഒരാളെ കണ്ടാൽ ആദ്യം നോക്കുക അവരുടെ ഡ്രസ്സിങ്, അവരുടെ കളർ ടോൺ, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ഫോട്ടോ എല്ലാം ഞാൻ വാച്ച് ചെയ്ത് ഞാൻ പറഞ്ഞു എല്ലാം പറയാറുണ്ട്. എനിക്ക് അങ്ങനെ കളേഴ്സ് ആയിട്ടൊന്നും അങ്ങനെ ഞാൻ എല്ലാത്തിനോടും എല്ലാ കളേഴ്സിനോടും എനിക്ക് അങ്ങനെ ഇന്ന ഇഷ്ടം എന്നൊന്നുമില്ല. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഡ്രസ്സും എല്ലാം ഇഷ്ടമാണ്. കൂടുതലും സെറ്റുമുണ്ട് ഉടുക്കുന്നത് വളരെ കുറവാണെങ്കിലും ഉള്ളുകൊണ്ട് സെറ്റുമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാരിയൊക്കെ എപ്പോഴും സാരി ഉടുക്കാറുണ്ട് എല്ലാ ഫംഗ്ഷൻസിനും, അല്ലെങ്കിൽ ഒരുവിധം
ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ ഡെയിലി ഞാൻ സാരി എടുത്ത് പോകുമ്പോൾ എല്ലാവരും പറയും മെനക്കെട്ടൊക്കെ രാവിലെ ആരും സാരി എടുത്ത് വരും. പക്ഷെ എനിക്ക് ഏറ്റവും എളുപ്പം സാരി എടുക്കാനാണ്. വിത്തിൻ 2 minutes ഞാൻ സാരി എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടവും ഒക്കെ അതാണ്. ഇപ്പം അനീഷ് ഭയങ്കര കോമഡിയോട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കോമഡി ഉള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറഞ്ഞ റൂമിൽ നിന്ന് വേറെ റൂമിൽ ഞാൻ പോവില്ല. ഭയങ്കര പേടിയാണ്. ഞാനെന്തോ അടുക്കള ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് വിചാരിച്ച് എന്നെ പേടിപ്പിക്കാന്ന്. അതറിയില്ല, ഭയങ്കര പേടി. ഇപ്പൊ നമ്മളെല്ലാരും പുറത്തു പോയാൽ ഇവിടെ ഇരിക്കില്ല, ഇവിടെ തലറിങ്ങി വീഴും. അങ്ങനെ ഒരു പേടി എനിക്ക്. അപ്പൊ അനീഷ് ഇങ്ങനെ വാതിൽ തുറന്നിട്ട് പാട്ട് പാടാൻ പറയും, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കിയിരിക്കാൻ പറയും. അനീഷ് ഇങ്ങനെ പേടിപ്പിക്കാൻ വന്നാൽ പെട്ടെന്ന് ഞാനൊന്നും അങ്ങനെ ആകെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ അനീഷ് ഇറങ്ങി ഓടി. അപ്പൊ എനിക്ക് ചിരി സഹിക്കും. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ട് വന്നിട്ട് പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടാക്കിയപ്പോ അതിനേക്കാൾ ഇരട്ടിയൊരു സൗണ്ട് ഞാൻ ഇറങ്ങി ഓടി. ഞാൻ ഇവർക്ക് എന്തോ സുഖമല്ലോ ഉണ്ടായോ വിചാരിച്ച് ഞാൻ ആൾക്കാരെ വിളിക്കാൻ ഓടി. എന്തായാലും അഞ്ചിലേക്കാട്ടിലും പേടിയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലായി. എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ എപ്പിസോഡിൽ വന്ന് ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷം. ലാൽ സാറിന് അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടെ. കേട്ടില്ലേ, അഞ്ജലിയുടെയും അനീഷിന്റെയും വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു. നമ്മുടെ പുതിയ ഡിഷിനെ കുറിച്ച്. നല്ല ഡിഷാണോ ചീത്ത ഡിഷാണോ എന്ന് എന്റെ പ്രേക്ഷകരോട് പറഞ്ഞില്ല. അത് പരാതി ഞാൻ ഏറ്റെടുത്തു. അല്ല, എന്നാ ചെയ്യാനാ, വർത്താനം കൂടിപ്പോയാ അങ്ങനെ ആയി പോകുന്ന മനഃപൂർവ്വം അല്ല കേട്ടോ. ഇനി ഞാൻ കഴിക്കാനായിട്ടുള്ള സമയം കൊടുത്തേക്കാം. അപ്പം അവർക്ക് അവരുടേതായ ലോകത്ത് ഇട്ടുകൊടുത്ത് അവരിനി കഴിച്ചോട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല.